ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഇതാ ചമ്മന്തി അരക്കുന്ന കേട്ടോ. ഇപ്പം മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് പല്ലിന് പുളി വരുന്നുണ്ട് അല്ലേ എല്ലാവർക്കും. എനിക്ക് നല്ലോണം കുളിക്കുന്നുണ്ട് കേട്ടോ. അമ്മ മാങ്ങ അരിയുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് മാങ്ങ അരച്ചിട്ടുള്ള ചമ്മന്തി ആട്ടോ അരയ്ക്കുന്നത്. ഇതിപ്പം നമ്മുടെ വീടുകളിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഈ മാങ്ങാ ചമ്മന്തി ആട്ടോ അരയ്ക്കുന്നത്. അപ്പം എല്ലാ ദിവസങ്ങളിലും തന്നെ ഈ ചമ്മന്തി ഉണ്ട് കേട്ടോ. അപ്പം ഞാനിന്ന് എന്ത് ചെയ്തു, പതിവ് പോലെ നമ്മൾ ഇഡ്ഡലി ആട്ടോ ഞാൻ കുറച്ചേറെ മാവിന് കുഴിച്ച് വെച്ചിരുന്നു. ഇന്ന് കുറച്ച് പേര് അധികം ഉണ്ട് വീട്ടിൽ, വിരുന്ന് വന്നിട്ടുണ്ട് കേട്ടോ, ചേച്ചിയും മൂളും ഒക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയാവോ, കുറച്ച് ചപ്പാത്തിയാണെങ്കിലും ഒരുപാട് എണ്ണം ചൂടണ്ടേ. അപ്പോൾ കുറച്ച് മാവ് കുഴച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ദോശ ഇഡ്ഡലിയൊക്കെ ചൂടാം. അപ്പോൾ ഞാൻ ഇത്തിരിയേറെ മാവ് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം വേണേൽ ദോശ വേണ്ടവർക്ക് ദോശ ചുടാമെന്ന് വിചാരിച്ച് കുറച്ച് മാവെടുത്ത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കി മാവാട്ടോ നമ്മൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പ്ലാനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ പോകണം, എനിക്ക് കുറച്ച് എല്ലും കപ്പയും വയ്ക്കണം. ചേച്ചിയുടെ മൂക്ക്, കുട്ടികൾക്കൊക്കെ അങ്ങനെയാണല്ലോ മോഹങ്ങൾ. അപ്പം ചേച്ചിയുടെ മോള് പറഞ്ഞു, ഇവിടെ വരുമ്പോഴാട്ടോ ഇത് ഉണ്ടാക്കാറ്, എല്ലാ വീടുകളിലും ഒന്നും ഉണ്ടാക്കില്ല നമ്മുടെ. പക്ഷേ ഇവിടെ നമ്മൾ ഈ മാർക്കറ്റ് നമ്മുടെ ഇവിടെ ഇതൊക്കെ നല്ലോണം സുലഭമായുണ്ട്. കുട്ടികളൊക്കെ ഇവിടെ വരുമ്പോൾ ഇവർക്കൊക്കെ ഒരാഗ്രഹമായിട്ട് എല്ലും കപ്പയും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ രാവിലെ ചായയൊക്കെ എടുത്തു, നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അമ്മ ഇതാ പതുപോലെ അമ്മയും പുറത്തടുപ്പിൽ കഞ്ഞിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നേരം ഏകദേശം പരപരാന്ന് വെളുത്ത് വരുന്നേയുള്ളേ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്നറിയാം, കുറച്ച് തേങ്ങയൊക്കെ പൊതിച്ച് വെക്കണം. കുറച്ച് പണികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ആണെങ്കിൽ രാവിലെ എളുപ്പമായി. മുറ്റമടിയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. മുറ്റം അടിച്ചിരുന്ന അമ്മയാട്ടോ. അതുകൊണ്ട് പിന്നെ അമ്മ, എനിക്ക് ഈ തിരക്കായതുകൊണ്ട് മുറ്റം അടിക്കുന്ന വീഡിയോ എടുക്കാനും പറ്റിയില്ല. പിന്നെ മുറ്റം അടിച്ചത് അമ്മയാണ് താനും കേട്ടോ. അപ്പം ഞാൻ നീണ്ട വലിയ ചൂലുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, നിന്നുകൊണ്ടടിക്കാൻ. ഇത്രയും നാളും എൻ്റെ ചൂലൊക്കെ കുറ്റിച്ചൂലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആർക്കും അടിക്കത്തില്ലായിരുന്നു, നടുവിന് നല്ല വേദന എടുക്കുമായിരുന്നു. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും അമ്മയുടെയും ചേച്ചിയുടെയും കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. അതിലെല്ലാം നമ്മുടെ കയ്യിൽ 500 രൂപയ്ക്ക് 2 കുട്ടി മേടിക്കാം. അങ്ങനെ വാങ്ങിയാൽ മതി. എന്നിട്ട് ഇച്ചിരി കപ്പയും അങ്ങനെ ചോദിക്കുമ്പോൾ അവന്മാർ അതിലൊക്കെ പറ്റിക്കും. അങ്ങനെ നമ്മൾ നോക്കി. പിന്നെ കപ്പ എല്ലും വേവിക്കുന്നതും പിന്നെ വീട്ടിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു രാവിലെ കേട്ടോ. അപ്പോൾ ഇന്ന് വീട്ടിൽ കുറച്ചേറെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ അങ്ങനെയാട്ടോ, മിക്ക ദിവസവും കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം അമ്മയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ. പിന്നെ ചട്നി ഉണ്ടാക്കണം, ദോശ അല്ല ഇഡ്ഡലി ഉണ്ടാക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക്, ചേച്ചി പറഞ്ഞു കേട്ടില്ലേ, എല്ലും കപ്പ ഉണ്ടാക്കുന്ന സ്ഥിതി വിവരം വില വിവര പട്ടികയൊക്കെ ആട്ടോ ഇങ്ങനെ നിരത്തിയത്. നമ്മളിങ്ങനെയൊക്കെ ആട്ടോ വില നിലവാരം കമ്പോളമൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ സാധനങ്ങൾ മേടിക്കുള്ളൂ. നിങ്ങളൊക്കെ അങ്ങനെയാണോ വീട്ടിൽ സാധനം മേടിക്കുന്നത്? ഇത്ര രൂപയ്ക്ക് മേടിച്ചാൽ ഇത്ര സാധനം മേടിക്കുക, അപ്പോൾ ഇത്ര രൂപയ്ക്ക് മേടിച്ചാൽ മതി എന്നൊക്കെ നമ്മൾ ആദ്യം വീട്ടിൽ ഡിസ്കസ് കഴിഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് പോവുള്ളൂ കേട്ടോ. അപ്പം ബീഫും കുറച്ച് മേടിക്കാം, കുറച്ച് എല്ലും കപ്പയും മേടിക്കാം എന്നൊക്കെയാട്ടോ പ്ലാൻ ചെയ്തത്. അങ്ങനെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റാണല്ലോ, ഇതൊക്കെ കഴിച്ചിട്ട് മെല്ലെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് രാവിലെ കുളിക്കുകയും ചെയ്യണം. അങ്ങനെ ഇതാ
ചേച്ചി പിന്നെ ഏറ്റെടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇഡ്ഡലിയൊക്കെ ചേച്ചി ചുടൽ ഏറ്റെടുത്തു കേട്ടോ. പിന്നെ ഞാൻ ചട്നി ഉണ്ടാക്കി. പിന്നെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് കേട്ടോ, ബാക്കി വെച്ചിട്ടാട്ടോ ഞാൻ പോകുന്നത്. ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ പോയിട്ട് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാട്ടോ. അങ്ങനെ ചട്നിയും കൂടി അരച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ കുളിക്കാനാട്ടോ പോയത്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ എന്നോട് ലൈവിൽ വരുമ്പോഴൊക്കെ ആണെങ്കിലും പറഞ്ഞു കേട്ടോ, രണ്ടമ്മമാരുണ്ടല്ലോ, ബ്ലെസ്സിങ്സ് ആണല്ലോ. അതെ, ബ്ലെസ്സിങ്സ് ഒക്കെ തന്നെയാണ്. ഞങ്ങളിങ്ങനെ ഒക്കെ ആയിട്ട് നമ്മുടെ ഓരോ ദിവസവും ചിലപ്പം അമ്മമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാനും ചേച്ചിയുടെ കൂടെ പോകും, ചിലപ്പോൾ ചേച്ചി ഇങ്ങോട്ട് വരും. അങ്ങനെയൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയൊക്കെ ആട്ടോ നമ്മൾ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തൊക്കെ നമ്മുടെ ജീവിതം ഇങ്ങനെ പോണത്. അതിൽ ബുദ്ധിമുട്ടിക്കാതെയും കഷ്ടപ്പെടുത്താതെയൊക്കെയുള്ള ജീവിതം കേട്ടോ. അപ്പം സുബി ഒരുപാട് ബ്ലെസ്സിങ്സ് അർഹതപ്പെടുന്നു എന്നൊക്കെ എന്നോട് ലൈവിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് നല്ലോണം എല്ലാവരും കൂടി അങ്ങനെയാട്ടോ നമ്മളുടെ സന്തോഷം. അങ്ങനെ ഞാനിതാ ബീഫ് കടയിലെത്തിയിട്ടോ. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിരുന്നു, അന്ന് എടുത്ത് വെച്ച വീഡിയോ കേട്ടോ. എനിക്ക് പിന്നെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോ കണ്ടൻറ്റ് വീഡിയോകളൊക്കെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ടോ, ബോറടിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കണ്ടൻറ്റ് വീഡിയോ ആയിട്ട് വരുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ ഇടയ്ക്കൊക്കെ വരാമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ തക്കാളി ഞാൻ മാർക്കറ്റിൽ ചെന്ന ഏറ്റവും വലിയ തക്കാളി, ഏറ്റവും വലിയ സവോള, ഇതൊക്കെയാണ് ഞാൻ എടുക്കുന്നത്. തക്കാളി ഇതെടുക്കുന്നതെന്ന് വെച്ചാൽ അവർക്കറിയാം കേട്ടോ. അവർ പറയും, ഞാൻ പറയും എനിക്ക് തൊലി എത്താനാണ് കേട്ടോ. അപ്പം നമ്മുടെ മീൻ മാർക്കറ്റുകാരും ഇതാ മീൻ രാവിലെ നല്ല ഫ്രഷ് മീൻ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഐസൊക്കെ ഇട്ടാണെങ്കിൽ നല്ല മീനാട്ടോ. അപ്പം അവിടെ പക്ഷെ അവർക്കൊരു വിഷമം വീഡിയോ എടുക്കാനായിട്ട് അവരെ വിഷമം ഞാൻ അങ്ങനെ പച്ചക്കറി മാർക്കറ്റ്, ഫിഷ്, ഇവിടെയായിട്ട് ഞാൻ വരുന്നത്. ഇതൊരു ഇത്തിരി ഇങ്ങോട്ട് കയറിയുള്ള ഭാഗമായതുകൊണ്ട് ഇവിടെ എല്ലാം തന്നെ കിട്ടും കേട്ടോ. അതുകൊണ്ട് പിന്നെ മാർക്കറ്റിൽ അധികം ഗതാഗതക്കുരുക്കൊന്നും ഇല്ലാത്ത സ്ഥലവും ലേഡീസിനൊക്കെ മേടിക്കാൻ പറ്റിയൊരു ഉള്ളിലേക്ക് ഒരു ഭാഗമായതുകൊണ്ട് അവിടെ അധികം ആൾക്കാരുടെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. വണ്ടിയുടെ ഒന്നും ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വന്നാട്ടോ സാധനം മേടിക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ എനിക്ക് എല്ലാം ഈ കുടക്കീഴി കിട്ടുകയും ചെയ്യും കേട്ടോ. ഇവിടുന്ന് കാണത്തില്ല. അയ്യോ, നല്ലൊരു കാഴ്ച കേട്ടോ. കൈതയുടെ മുകളില്. അയ്യോ, അതെവിടെയാ സ്ഥലം? പയ്യെ കാണുന്നില്ല. കൈതയുടെ മുകളിൽ എന്ത് കാണിച്ചത്? അയ്യോ, ഇത് എവിടെയാ സ്ഥലം? അല്ല, ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ? നമ്മൾ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. നമ്മൾ കുട്ടക്കര വഴി അങ്ങോട്ട് പോകുമ്പോഴേ ഈ ഭാഗം ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് നമ്മൾ ഇത് കാണുമ്പോഴേ അങ്ങനെ സ്ഥലം ഉണ്ടെന്ന് അറിയുന്നില്ല. അവിടെ അത്രയും സ്ഥലം ഉണ്ടെന്ന് അറിയുന്നില്ല. അതാ നെറ്റിട്ടുകൊണ്ട് തന്നെ നമ്മൾ കണ്ടത്. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു പ്രതിഭാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ണെത്താ ദൂരത്ത് മുഴുവൻ പച്ച നെറ്റ് കൈത മോളി വിരിച്ച് വെച്ചേക്കും കേട്ടോ. അതിങ്ങനെ കൈതയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ചെറിയ തൈകൾ നട്ടായിരിക്കും. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ കണ്ട കാഴ്ച, അമ്മ വേഗം കപ്പ എടുത്തുകൊണ്ട് പോയിട്ടോ അത് കൊത്തിഞ്ഞുറുക്കാൻ. ഞാൻ പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും കണ്ടത് എല്ലാവരും കുളി നീരാട്ടമൊക്കെ ആട്ടോ. രാവിലെ എല്ലാവരും അവരവരുടെ ഓരോ പ്രഭാത കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന സാധനം ഞാൻ കുളിച്ചിട്ടാട്ടോ പിന്നെ പോയത്. പിന്നെ നനഞ്ഞ മുടിയൊക്കെ ആയിരുന്നു. എന്നാലും വേണ്ടില്ല, വേഗം കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മുടി ഇങ്ങനെ കെട്ടി വെച്ചാലേ എനിക്ക് പണി ഉറക്കുള്ളൂ കേട്ടോ. ആ പെണ്ണുങ്ങളുടെ അരയും തലയും മുറുകിയിരിക്കണം എന്നാണല്ലോ. പക്ഷേ എനിക്ക് മുടി നല്ലോണം കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേഗം ജോലി ചെയ്യാം. മുടി പിന്നെ കുറെ കഴിഞ്ഞിട്ട് പിടിക്കല്ലേ? ഇതിലൊഴിക്കാൻ വേണ്ടേ? ഇതിലൊഴിക്കാൻ
അപ്പോൾ അമ്മേനെ കുറച്ച് ദിവസങ്ങളായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട് കേട്ടോ. അമ്മ പറയും പോക്കടിച്ചു എന്നാണ് തോന്നുന്നത്. ഇനി അധികം കാലം ഒന്നുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊരു വിഷമം കേട്ടോ. അപ്പം അമ്മയ്ക്ക് എന്തോ നെഞ്ചുവേദന പോലെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നുമില്ല കേട്ടോ. എന്താണെന്നറിയില്ല. ഹോസ്പിറ്റലിൽ പോകാൻ ഒത്തിരി ദൂരം, എനിക്കങ്ങനെ വണ്ടിയിൽ ഇരിക്കത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പറയും കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കൂടിക്കഴിഞ്ഞാലും നമുക്കങ്ങനെ പോകണ്ടേന്നൊക്കെ കേട്ടോ. അമ്മയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് യാത്ര പോകുമ്പോഴാട്ടോ ഈ വേദന കൂടി വരുന്നത്. ഗ്യാസിൻ്റെ ആണോ എന്താണെന്നറിയില്ല. ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നല്ല ചെക്കപ്പ് നടത്തുകയും ചെയ്യണം കേട്ടോ. പക്ഷെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു വേദനകളല്ലേ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. അങ്ങനെ ഞാനും ചേച്ചിയും കൂടി ഇതൊക്കെ എങ്ങനെ വെക്കണ്ടേ എന്നുള്ള തരം തിരിവാ കേട്ടോ. 1 കിലോയ്ക്ക് 250 രൂപയാണ്. കുറച്ചമ്പൂട് കൂടി വാരി ഇട്ടിട്ടുണ്ട്. കുറച്ച് വാരി ഇതാ കുറവ്. ഇത് 250 രൂപയ്ക്കുള്ളൂ. അത് ഇറച്ചി പറഞ്ഞിട്ടില്ലായിരുന്നു. കൂട്ടിയോ? നീലാണ് എല്ല് മേടിക്കാൻ, എല്ലും കപ്പയും. ഇത് കറിയില്ലാതെ വരട്ടി ഇത് ഈ സാധനം പിന്നെ കുക്കറിൽ കൊള്ളാൻ പാത്രം എടുത്തിട്ട് ബാക്കി ഇതിലിട്ട് വെക്കുക. ഇത് പിന്നെ കറി വെക്കുക. അങ്ങനെ ചെയ്യാം. എല്ലാം കൂടി എങ്ങനെ നല്ല ഇവിടുന്ന് എല്ലാം പിന്നെന്താ ഒരു പ്ലേറ്റ് നമുക്ക് ചായ കുടിച്ചില്ലേ? അത് സുമതിയമ്മയല്ലേ പറഞ്ഞ ഞാനും അമ്മച്ചി കൂടി ചായ രാവിലത്തെ ചായ അമ്മച്ചി സുമതിയമ്മേ ഉള്ളൂ ഇല്ലേ? പറഞ്ഞുണ്ടാക്കിയവരുണ്ടല്ലോ. ഞാനൊരു ചട്നിയൊക്കെ എനിക്ക് ചട്നി ഒരുപാട് കഴിച്ചു. സുമതിയമ്മ കഴിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി ഞാൻ കുറെ ചട്നി എടുത്തു കൂട്ടി. ചട്നി കുറേ വേണം. ഈ ഇടത്തെ കാലിന് നല്ല എപ്പോഴും ഭയങ്കര വേദനയാണ്. നമ്മൾ അങ്ങോട്ട് പോയില്ലേ അന്ന് മുന്നേ തുടങ്ങിയിട്ടുണ്ട്. മുട്ടുകാലിന് വേദനയാണ്. പറയാൻ പറ്റില്ല ഈ മുട്ടുകാലിനൊക്കെ. കുഞ്ഞുമട്ടി കണ്ടു മുട്ടുകാലം മാറ്റി വെച്ചു. മുട്ടുകാലം ഓപ്പറേഷൻ കഴിഞ്ഞു. താഴത്തെ ഞങ്ങൾ വിശാലയുടെ ഇവിടെ ഞാൻ ചായ കുടിക്കുന്ന ചായ കുടിച്ചത് മുതിയമ്മേനെ അത് രാവിലത്തെ ചായ ആണ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും. ചായ കുടിച്ചോളൂ. എനിക്ക് അറിയത്തില്ല. ഞാൻ നമ്മൾ കഴിക്കും. ഞാൻ കഴിക്കുമ്പോൾ എല്ലാവരും കഴിച്ചോന്ന് ചോദിക്കും. വീട്ടിലാകുമ്പോൾ പിന്നെ ഞാനൊന്ന് ചോദിപ്പിച്ചാൽ കഴിക്കില്ല. അതുകൊണ്ട് പിന്നെ ആ പ്രശ്നമില്ല. അമ്മച്ചി വെള്ളം എടുത്തോ? അമ്മേ വെള്ളം എടുത്തോ? ഇങ്ങനെ എല്ലാം കഴുകി വാരി കിള്ളി പറിച്ച് ഒക്കെ ഇവിടെ കറി വയ്ക്കാനുള്ളതും മാറ്റി വയ്ക്കാനുള്ളതും സവോള അപ്പോഴത്തേക്കും അമ്മ അരിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളിനി എന്താ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പ നമ്മൾ അടുപ്പേലും വെക്കണം. ഇത് നമുക്ക് എല്ലാം നമുക്ക് സെപ്പറേറ്റ് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു ഒരുക്കത്തിലാട്ടോ. അങ്ങനെ എല്ലാവരും രാവിലെ ചായ കുടിയൊക്കെ കഴിയുന്നേ ഉള്ളൂ കേട്ടോ. ഓരോരുത്തർ. ഞാൻ പിന്നെ മാർക്കറ്റിൽ പോയില്ലേ. ഞാൻ 2 ഇഡ്ഡലി കഴിച്ചിട്ടാട്ടോ ഞാൻ വേഗം പോയിട്ട് വന്നിട്ട്. ഓർമ്മയില്ല എനിക്കിപ്പോൾ ശരിക്കും ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ കഴിച്ചിട്ടാണോ വന്നിട്ടാണോ കഴിച്ചതെന്നൊന്നും ശരിക്കും ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ ഇത്തിരി നാൾ മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ. ഇത്തിരി നാളല്ല, ചേച്ചി കഴിഞ്ഞ ദിവസം വന്നിരുന്നിട്ട് അപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ. അങ്ങനെ ഇതാ എല്ലാം കഴുകി എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഓരോന്നും അതിൻ്റേതായ രീതിയിൽ അങ്ങനെയാട്ടോ ചെയ്യുന്നത്.
അപ്പോൾ ആൾ കൂടിയാലും നമുക്ക് പണികൾക്ക് എളുപ്പമാവും കേട്ടോ. എല്ലാം അടുക്കും ചിട്ടയോടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇതിലേക്ക് വേണ്ടുന്ന മസാലപ്പൊടികളായ മുളക് പൊടി എല്ലാം ചേർക്കണം കേട്ടോ. നമ്മൾ സാധാ ചിക്കൻ എന്നാട്ടോ എനിക്ക് വായിൽ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇങ്ങനെ ബീഫ് അധികം മേടിക്കാറില്ല. അങ്ങനെ എല്ലിന് വേണ്ടിയിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മീറ്റ് മസാല ഇട്ട് കൊടുത്തു, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ മല്ലിപ്പൊടി അധികം ഇടുന്നില്ല കേട്ടോ, കുറച്ച്. അപ്പോൾ കപ്പയ്ക്കും നമ്മൾ സെപ്പറേറ്റ് വേറെ അരവരയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പ് ഇട്ട് ഇനി ഇത് നല്ലോണം തിരുമ്മി കൂട്ടണം കേട്ടോ. അങ്ങനെ തിരുമ്മി കൂട്ടുന്ന വീഡിയോ എടുത്തതാണ് കേട്ടോ, പക്ഷേ അത് ഇത്തിരി അടിയിലായിപ്പോയി. ഷോർട്സും ഇതിൽ നിന്ന് എടുത്തായിരുന്നു. അങ്ങനെയൊക്കെ കൂടി ആയതുകൊണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഫ്രഷ് കറിവേപ്പിൽ ഞാൻ കറിവേപ്പില എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ഇതിവനെ ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പകുതി മനസ്സമാധാനമുണ്ട്. എല്ലിൻ്റെ പണി അവിടെ ബാക്കി ഏകദേശം പൂർത്തിയായി. പിന്നെ നമുക്ക് കപ്പ വേവിച്ച് അതിൻ്റെ ഒരു പണിയിലേക്ക് പോയാൽ മതി കേട്ടോ. അങ്ങനെ അമ്മ കുറച്ചേറെ വെളുത്തുള്ളിയും ചതച്ചു, ഇഞ്ചി ചതച്ചു, എല്ലാം കുറച്ചേറെ ചതച്ചുകൊണ്ട് വന്നു. അമ്മയോർത്ത് ബീഫ് കറിയും കൂടി വെക്കുകയാണ് കേട്ടോ. അത് നമ്മുടെ അടുത്ത് മാറ്റി വെച്ചു കേട്ടോ. നമ്മളിപ്പോൾ ഉടനെ കറി വയ്ക്കുന്നില്ല. ഇപ്പം നമ്മൾ എല്ലും കപ്പ ഉണ്ടാക്കി കഴിക്കുക എന്നാണ് കേട്ടോ നമ്മുടെ ലക്ഷ്യം. രാവിലെ നമുക്ക് ഇത് ഒരു 10-12 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും എല്ലും കപ്പയും കഴിക്കലാണ് ലക്ഷ്യം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ചേറെ പൊടി ഇടണം കേട്ടോ, കുറച്ചുകൂടി മീറ്റ് മസാല വേണം, ഇത്തിരിയേറെ മീറ്റ് മസാല ഇട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീണ്ടും കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ടു. അങ്ങനെ നമ്മുടെ കപ്പ അവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി നമ്മുടെ എല്ലും കപ്പയും, ഞാൻ ചിക്കൻ എന്ന് പറയുമോ എന്നറിയില്ല. അങ്ങനെ തേങ്ങ ഒതുക്കിയിട്ടോ കപ്പയ്ക്ക് ഒപ്പം നമ്മുടെ ചമ്മന്തിയും കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ കപ്പ റെഡിയാക്കി വെച്ച് കുക്കറിൽ എല്ലും വെച്ചിട്ട് ഞാൻ നേരെ പോയത് അടിച്ചു വരാനാട്ടോ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ പോയിട്ട് വീട്ടിലെ കാര്യമൊന്നും നോക്കാതെ ആട്ടോ പോയത്. അപ്പം പിന്നെ നമ്മൾ ഈ ചിക്കനും കടയിലെ സാധനങ്ങളും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എനിക്ക് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കേണ്ടി എന്നാലും എനിക്കൊരു മനസ്സമാധാനം ഉള്ളൂ കേട്ടോ. അപ്പോൾ അമ്മ എന്തായാലും കുഷ്യനുകളൊക്കെയും വിരികളൊക്കെ ഒന്ന് അമ്മയ്ക്ക് പറ്റുന്ന പോലെ അമ്മ അതുമൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് അടിച്ചു വാരണം. ഇനിയിപ്പോൾ എനിക്കിവിടെ ഒരു താകൃതകളം ഉണ്ടെന്ന് അമ്മയ്ക്ക് അറിയാം കേട്ടോ. കുറച്ച് നേരം ഇവിടെ കിടന്ന് മറിയണമെന്ന് അതിൻ്റെ മുന്നോടിയാണെന്നൊക്കെ അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ വേഗം അതൊക്കെ ഒന്ന് ശരിയാക്കി അമ്മയ്ക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോരുത്തരും ഓരോർക്ക് പറ്റുന്ന പോലെ. അപ്പം മറ്റേ അമ്മ അവിടെ തുണിയൊക്കെ അലക്കി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാർക്കറ്റിലും പോയി മടുത്തു വന്നതല്ലേ. പിന്നെ ഇത് ബീഫിൻ്റെ എല്ലിൻ്റെയൊക്കെ പണി അത്രയും കഴിച്ചു. ഇനി എനിക്ക് അടിച്ചു വാരണം, തുടയ്ക്കണം. അങ്ങനെ ഞാൻ കുളിച്ചതുകൂടി ആയതുകൊണ്ട് പിന്നെ ഇനിയൊന്നും മേൽ കഴിയേണ്ട ഒരു ഇതിലേക്ക് കേട്ടോ പോണത്. നല്ല വെയിലും വിയർപ്പും ഒക്കെ ആട്ടോ. പുറത്തൊക്കെ ആണെങ്കിലും നമ്മൾ പോയി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ എല്ലായിടവും ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി തുടയ്ക്കണമല്ലോ. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ വന്നുകൊണ്ടും ഞാൻ പുറത്ത് പോയി വന്നുകൊണ്ടും എല്ലാവരും ഉള്ളതുകൊണ്ടും നല്ല ഇത്തിരി ഏറെ പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. അകനിറച്ചും പൊടിയുണ്ട്, പിന്നെ കുറേ മുടിയുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉള്ളതുകൊണ്ട് കുറച്ചേറെ മുടിയും കൂടി കിട്ടിയിട്ട് എനിക്ക്. പിന്നെ ഞാനും രാവിലെ മുടിയൊക്കെ അഴിച്ചിട്ട് ചീകിയൊക്കെയല്ലേ പോയത്. അപ്പോൾ അതിൻ്റെ മുടിയൊക്കെ ഉണ്ട്. അതാണ് ആ ബ്രഷേ നിറച്ച് മുടി കേട്ടോ. പിന്നെ ഒരു തൂക്കലല്ല 2 തൂക്കൽ ഞാൻ തൂക്കും കേട്ടോ. തുടയ്ക്കലാണേലും 2 തുടയ്ക്കൽ തുടയ്ക്കും കേട്ടോ. അപ്പോൾ എന്നോട് ആരോ പറഞ്ഞു ചെയ്ത വീഡിയോ തന്നെ റിപ്പീറ്റ് ഇട്ടേക്കുവാന്നൊക്കെ പറഞ്ഞു കേട്ടോ. റിപ്പീറ്റ് അല്ല കേട്ടോ, ഞാൻ 2 പ്രാവശ്യം അടിക്കുകയും 2 പ്രാവശ്യം തുടയ്ക്കുകയും ചെയ്യും കേട്ടോ. ചിലപ്പോൾ മുറ്റാണെങ്കിലും അടിച്ചോടെ വീണ്ടും വന്ന് തുടയ്ക്കും. അതുകൊണ്ട് റിപ്പീറ്റേഷനാണെന്ന് വിചാരിച്ച് ആരും ബോറടിക്കില്ല കേട്ടോ. ഞാൻ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നടിച്ച് കഴിഞ്ഞാൽ പൊടി പോയില്ലേ, ചിലപ്പോൾ ഞാൻ ഒന്നുകൂടി തൂക്കും കേട്ടോ. തുടയാണേലും ആദ്യം ഞാനൊരു ഓടിച്ചിട്ട് തുടയ്ക്കും, പിന്നെ രണ്ടാമത് ഒരു തുടയും കൂടി തുടയ്ക്കും കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെയൊക്കെ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് റെഡിയായി വരുന്നുണ്ട്. പക്ഷെ കുറച്ച് ചീറ്റിപ്പോയി കേട്ടോ. ചീറ്റിപ്പോയ കഥയാട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ സ്പൂണൊക്കെ വെച്ചു. പക്ഷേ ഈ കുക്കറിൽ കൊള്ളാൻ മാത്രമല്ലായിരുന്നു കേട്ടോ, ഇത് നിറഞ്ഞായിരുന്നു. അന്നേരം ഞാൻ അമ്മയോട് പറഞ്ഞു ചീറ്റും. പക്ഷെ ചീറ്റി അധികം പോയില്ല. സ്പൂൺ ഇട്ടുകൊണ്ട് അരവൊന്നും അധികം പോയിട്ടൊന്നുമില്ല കേട്ടോ.
അപ്പം ഞാൻ പറയുന്നത് ചായക്ക് എണ്ണക്കടി ഉണ്ടാക്കിയ കടയിലെ കഥ പോലെയാണെന്നും പറഞ്ഞുകൊണ്ട് എണ്ണക്കടി ഉണ്ടാക്കിയ കടയിൽ എന്താണ് ഉണ്ടാക്കുന്ന കടയിൽ മുഴുവനും എണ്ണ ഇങ്ങനെ തെറിച്ച് ആ ഒരു ഫീലാട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് തുടച്ച് വെച്ചു. എനിക്ക് പിന്നെ അത് അന്നേരം ക്ലീൻ ആക്കിയില്ല, പിന്നെ അതൊരു മനസ്സമാധാനക്കേടാട്ടോ. ചീറ്റി അന്നേരം അവിടെ ക്ലീൻ ആക്കണം കേട്ടോ. അങ്ങനെ എല്ലായിടും ഒന്ന് ക്ലീനാക്കി പിന്നെ ഞാനിതാ ഓടിച്ചിട്ടൊരു തുടച്ചു, വീണ്ടും ഒരു തുടച്ചു. അങ്ങനെ എല്ലാവരും ഓരോ ഭാഗത്ത് ഓരോ ജോലികളാട്ടോ. അമ്മയൊക്കെ കുളിക്കുകയും അലക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി എനിക്കിത് തുടച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കപ്പ ബിരിയാണി ഇതാ ഇവിടെ റെഡി ആയി കേട്ടോ. അപ്പോഴത്തേക്കും അങ്ങനെ അപ്പോൾ ഇത് ഒറ്റത്തോടെ അല്ല, റിപ്പീറ്റേഷൻ അല്ല കേട്ടോ വീഡിയോ, അത് 2-3 തുടച്ചാട്ടോ. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ ഇവിടെ റെഡിയായി. ഞാൻ പറഞ്ഞില്ല കുക്കർ നിറച്ചുകൊണ്ടെന്ന്. ഇതാട്ടോ ഇത്തിരി പുറത്തേക്ക് പോകാൻ കാരണം, എങ്കിലും അരവൊന്നും പോയിട്ടില്ല കേട്ടോ. സ്പൂണും അതിനകത്ത് കിടക്കുന്നുണ്ട്. ഇതൊരു ട്രിക്ക് എന്നോട് ഞാനൊരു വീഡിയോയിൽ തന്നെ കണ്ടതാട്ടോ. അങ്ങനെ ഇതാ തട്ടായിട്ട് ദം ബിരിയാണി ഇടുന്ന പോലെ ആട്ടോ ഇടുന്നത്. നമ്മുടെ എല്ലും കപ്പയും അത് ഇടുന്നതാണേൽ ഈസി കുക്കിലാട്ടോ ഇടുന്നത്. അല്ലാതെ ഇത് കൊള്ളുന്നൊരു പാത്രമില്ല കേട്ടോ. 4 കിലോ ഇല്ലേ, 2 കിലോ എല്ലും 2 കിലോ കപ്പയാകുമ്പോൾ 4 കിലോ ഉണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം വലിയൊരു പാത്രത്തിലിട്ട് ഉണ്ടാക്കുകയും ചെയ്യണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഈ 12 മണിയോടെ ഞാൻ ഈ എല്ലും കപ്പയോടെ നിർത്താൻ പോവാട്ടോ. ഇത് തന്നെ ഇച്ചിരി ലെങ്തായിട്ടുണ്ട് വീഡിയോ. അപ്പം ഇതിൽ നിർത്തിയില്ലെങ്കിൽ ഇനി ഈ വീഡിയോ വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കാനും വയ്യ കേട്ടോ. ഉച്ച കഴിഞ്ഞത്തെ വിശേഷങ്ങൾ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അതൊന്നും ഉൾപ്പെടുത്തിയില്ല. ഈ കപ്പ കഴിക്കലും ഈ എല്ലും കപ്പ ഉണ്ടാക്കലും ഒക്കെ ആയിരുന്നു ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ കപ്പ ബിരിയാണി ഇളക്കിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് കമൻറ്റിൽ കൂടി അറിയിക്കണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.